അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സീനിയർ വിഭാഗത്തിൻ്റെ സിലബസിൽപ്പെട്ട രണ്ടാമത്തെ അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹമീം സജദ, അതിൻ്റെ ആദ്യത്തെ 8 വചനങ്ങൾ, 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 9 മുതലുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഉത്ബത്ത് ബിൻ റബീഅയെ നിശബ്ദമാക്കിയിട്ടുള്ള ആദ്യത്തെ 13 വചനങ്ങൾ. ആ 13 വചനങ്ങളിലെ 8 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ബാക്കി 9-ാമത്തെ വചനം മുതലാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി എന്നതിനപ്പുറത്തേക്ക് സ്വന്തം ജീവിതത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള സഹോദരങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടും കൂടിയായിരിക്കണം വിശുദ്ധ ഖുർആൻ്റെ പഠനത്തെ നമ്മൾ സമീപിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ 9-ാമത്തെ വചനം, 9-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങോട്ട് ഇനി പഠിക്കുകയാണ്. ശ്രദ്ധിച്ച് നമ്മുടെ തഫ്സീറുകൾ വായിക്കുകയും അതോടൊപ്പം തന്നെ ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. ആ നിലക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഒരുങ്ങുക. 9-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദൻ ദാലിക റബ്ബുൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയണം, ഖുൽ, റസൂലേ നിങ്ങൾ പറയുക, നബിയെ നിങ്ങൾ പറയുക. എന്താണ് നിങ്ങൾ പറയേണ്ടത്? അവിശ്വാസികളായ മുശ്രിക്കുകളായ നേരത്തെ 8 ആയത്തുകളിലൂടെ നമ്മൾ പറഞ്ഞു വെച്ച വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ചെവി കൊടുക്കാത്ത, അതുപോലെ തന്നെ ഏകനായ ഇലാഹിൽ വിശ്വസിക്കാത്ത ആ മുശ്രിക്കുകളായ ആളുകൾ, ഖുറൈശികൾ എന്നല്ല മുശ്രിക്കുകളായ ആളുകൾ, അവരോട് റസൂലെ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അഇന്നകും, നിശ്ചയമായും നിങ്ങളാണോ, ലതക്ഫുറൂന, നിങ്ങളാണോ അവിശ്വസിക്കുക, അതല്ലെങ്കിൽ നിങ്ങളാണോ അവിശ്വസിക്കുക തന്നെ ചെയ്യുന്നവർ നിങ്ങളാണോ? എന്തിനവിശ്വസിക്കുന്നവർ? ബില്ലദീ, ഒരുവനിൽ അല്ലെങ്കിൽ യാതൊരുവനിൽ. എന്താണ് അവൻ്റെ പ്രത്യേകത? ഖലഖൽ അർള ഫീ യൗമൈൻ, 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ഒരുവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും എന്നിട്ട് വതജഅലൂന ലഹു അൻദാദൻ, അവന് സമന്മാരെ ഉണ്ടാക്കുകയും തന്നെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പൊക്കെ 6 ദിവസങ്ങൾ കൊണ്ട് അള്ളാഹ് സൃഷ്ടിച്ചതാണ് എന്ന്. ആ 6 ദിവസങ്ങളെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളായിക്കൊണ്ടാണ്, ആ 6 ദിവസങ്ങളിൽ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് ആകാശഭൂമികളുടെയും അതിനിടയിലുള്ള വസ്തുക്കളുടെയും സൃഷ്ടിചരാചരങ്ങളുടെയൊക്കെ സൃഷ്ടിപ്പ് നടക്കുന്നത്. ആ സൂചനയെ ഒന്നും കൂടെ വ്യക്തമാക്കി തരുന്ന 2-3 ആയത്തുകളാണ് ഇനി വരാനിരിക്കുന്ന ചില വചനങ്ങൾ. നമ്മളിപ്പോൾ ഓതി വെച്ചതും ശേഷം വരുന്ന 10-ാമത്തതും അതുപോലെ തന്നെ 11-ാമത്തെയൊക്കെ വചനങ്ങൾ ആ ഒരു ആശയത്തെ നമുക്ക് കൃത്യമായി വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ഖുർആൻ ചോദിക്കുകയാണ്, 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും വതജഅലൂന ലഹു അൻദാദ, അവന് സമന്മാരെ ആക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത് എന്ന്. എത്ര കൃത്യമായ ചോദ്യമാണ്! ആർക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ 2 ദിവസങ്ങളിലായിക്കൊണ്ട് ആകാശത്തെ സൃഷ്ടിക്കുകയും ചെയ്തവന് സമന്മാരുണ്ടെന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹിൻ്റെ ചോദ്യം അത്രയും ഗൗരവകരമാണ്, അത്രയും ഗൗരവത്തോടുള്ള വർത്തമാനമാണ് ഈ വിഷയത്തിൽ അള്ളാഹു പ്രവാചകനോട് ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നത്. റസൂലേ, നിങ്ങൾ ചോദിക്ക്, അഇന്നകും ലതക്ഫുറൂന ബില്ലദീ
ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദ. 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും വതജഅലൂന ലഹു അൻദാദൻ, അവന് നിങ്ങൾ സമന്മാരുണ്ടാക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? ദാലിക റബ്ബുൽ ആലമീൻ, അവനാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്. അങ്ങനെ ഭൂമിയെ 2 ദിവസങ്ങളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, ഒരു പങ്കുകാരനില്ലാതെ, ഒരു സഹായിയില്ലാതെ, ഒരാളുടെയും പിന്തുണയില്ലാതെ 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഈ കാണുന്ന ഭൂമിയെ സംവിധാനിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആ റബ്ബാരാൻ? അവനാരാൻ? ദാലിക റബ്ബുൽ ആലമീൻ, അവനാണ് ലോകത്തിൻ്റെ സർവാധിനാഥനായ രക്ഷിതാവ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതിന് നോക്കൂ നിങ്ങൾ, ഒന്നുകൂടെ ഇതിനെ വിശദീകരിക്കുകയാണ്. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ 4 അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10ാമത്തെ വചനത്തിലൂടെ പറയുന്നത്, അല്ലാഹു പറയാ വജഅല ഫീഹാ, എന്നിട്ട് അവൻ അതിലാക്കി, ഈ ഭൂമിയിൽ അവൻ ആക്കുകയും ചെയ്തു, റവാസിയ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അവൻ ആക്കി തീർത്തു, മിൻ ഫൗഖിഹ, അതിൻ്റെ ഉപരിഭാഗത്ത്, അതിൻ്റെ മുകൾ ഭാഗത്ത്. ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ 9ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു 2 ദിവസങ്ങളിലായിക്കൊണ്ടാണ് ഭൂമിയെ സംവിധാനിച്ചത്. ഈ 2 ദിവസങ്ങൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ അളവ് എത്രയാണെന്നറിയില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഭൗതിക ലോകത്തെ 2 ദിവസങ്ങളാണോ എന്ന് നമുക്കറിയില്ല. ഇനി അതല്ല, പരലോകത്ത് കണക്കാക്കുന്ന ദിവസത്തിൻ്റെ ദൈർഘ്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയിലൂടെ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഇനി അവിടെ കണക്കാക്കുന്നത് പോലെ 50,000 ആ ദൈർഘ്യമുള്ള ദിവസങ്ങളാണോ എന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും 2 ഘട്ടങ്ങളിലായിക്കൊണ്ടെന്നോ അതല്ലെങ്കിൽ 2 ദിവസങ്ങളിലായിക്കൊണ്ടെന്നോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ, ആ ഭൂമിയുടെ ഉപരിതലത്തിൽ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആക്കുകയും ചെയ്തു. വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ 4 അയ്യാമിൻ വബാറക ഫീഹാ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വബാറക ഫീഹാ, അതിൽ നന്മകൾ ഉണ്ടാക്കി, അതിൽ നന്മകൾ വർദ്ധിപ്പിച്ചു, അഭിവൃദ്ധി ഉണ്ടാക്കി. അതുപോലെ തന്നെ വഖദ്ദറ ഫീഹാ വഅഖ്വാതഹാ ഫീ 4 അയ്യാമിൻ വഖദ്ദറ ഫീഹാ, അതിൽ നിർണയിച്ചു. ഖദ്ദറ എന്ന് പറഞ്ഞാൽ നിർണയിക്കുക, നമുക്കറിയാം. അതിൽ നിർണയിക്കുകയും ചെയ്തു. അഖ്വാതഹ, അതിൻ്റെ അന്നങ്ങളെ, ആഹാരങ്ങളെ. കൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭക്ഷണം എന്നാണ് കൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അഖ്വാതഹ, അതിലെ അന്നങ്ങളെ, ആഹാരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അതിനെ നിർണയിക്കുകയും ചെയ്തു. ഫീ 4 അയ്യാമിൻ, 4 ദിവസങ്ങളിലായിക്കൊണ്ട്. സവാഅൻ ലിസ്സായിലീൻ, സവാഅൻ, അത് അനുയോജ്യമായി തക്കതായിക്കൊണ്ട്, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്ക് തക്കതായിക്കൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. നോക്കുക, ഇതിൻ്റെ വിശദീകരണം എന്താണ്? ഒരുപാട് വിശദീകരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ആ വിഷയം? ഒന്നാമത്തത് ഞാൻ പറഞ്ഞു, ഈ ഫി യൗമൈൻ അല്ലെങ്കിൽ 4 അയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന 24 മണിക്കൂർ സമയമുള്ള നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെ നമ്മൾ താരതമ്യം ചെയ്യാൻ പാടില്ല. ഒന്നാമത്തേത്. ഇനി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്തു സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പരലോകത്തെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമാണോ എന്ന് നമുക്കറിയില്ല. ഏതിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഭൂമിയുടെ സൃഷ്ടിപ്പിന് വേണ്ടി 2 ദിവസങ്ങൾ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട 2 സമയങ്ങൾ, 2 ഘട്ടങ്ങൾ അല്ലാഹു തെരഞ്ഞെടുത്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടത്തെ ഈ ഭൂമിയിലുള്ള മനുഷ്യരടക്കമുള്ള ശതകോടിക്കണക്കിന് വരുന്ന ജീവികൾക്ക് ജനിക്കുവാനും അതുപോലെ തന്നെ ജീവിക്കുവാനും അവറ്റകളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുവാനും ഉപയുക്തമായ വിധത്തിൽ എല്ലാ നിലക്കുമുള്ള അന്നപാനാദികളും 100,000 കാര്യങ്ങളുമൊക്കെ അല്ലാഹു സംവിധാനിച്ചു എന്നതാണ്. വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സംവിധാനിച്ചിട്ട് ആ ഭൂമിയെ ഇളകാതിരിക്കാൻ പർവ്വതങ്ങൾ അതിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ വബാറക ഫീഹാ, അതിനെ അല്ലെങ്കിൽ അതിൽ ആ ഭൂമിയിൽ അവൻ അഭിവൃദ്ധി ഉണ്ടാക്കി, ബറക്കത്തുണ്ടാക്കി. അതേപോലെ തന്നെ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, ആളുകൾക്കുള്ള അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ജീവജാലകങ്ങൾക്ക്, ജന്തുജാലങ്ങൾക്ക് കഴിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ കൃത്യമായി നിർണയിക്കുകയും ചെയ്തു. ഇതോ ഫി അർബഅത്തി അയ്യാമിൻ, 4 ദിവസങ്ങളിലായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സംവിധാനിച്ചതെന്ന്. അപ്പോൾ 6 ദിവസങ്ങളിൽ ആകാശഭൂമികളെയും അതിലുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 ദിവസം ഭൂമിയുടെ സൃഷ്ടിപ്പിന് വേണ്ടി, അടുത്ത 2 ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സൃഷ്ടിചരാചരങ്ങളും അവക്ക് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള സകല വസ്തുക്കളെയും, നമുക്കറിയാലോ മനുഷ്യന് തന്നെ ജീവിക്കുവാൻ എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമാണ്. ഒരു ദിവസത്തെ അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തെ, ഒരു നാനോ സെക്കൻഡിലെ മനുഷ്യന്റെ ജീവിതത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. ഇതെല്ലാം സംവിധാനിച്ചത് 2 ദിവസങ്ങളിലാണ്. മനുഷ്യനെപ്പോലെ അതല്ലെങ്കിൽ മനുഷ്യനിൽ നിന്നും സൃഷ്ടിപ്പിലും അതുപോലെ തന്നെ സ്വഭാവത്തിലും ശൈലിയിലും രൂപത്തിലുമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങളുള്ള മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പക്ഷിമൃഗാദികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, ഉരകവർഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് അനേകായിരം ശതകോടിക്കണക്കിന് സൃഷ്ടി വൈഭവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല അവക്കൊക്കെ ആവശ്യമുള്ള സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി കൊടുത്തു എന്നാണ്. അതിനു വേണ്ടിയാണ് അടുത്ത 2 ദിവസം അല്ലാഹു ഉപയോഗിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ് 11ാമത്തെ വചനം സുമ്മസ്തവ ഇലസ്സമാഇ വഹിയ ദുഖാനുൻ ഫഖാല ലഹാ വലിൽ അർളി തിയാ തൗഅൻ ഔ കർഹൻ ഖാലത അതൈനാ ത്വാഇഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 11ാമത്തെ വചനത്തിലൂടെ പറയാ സുമ്മസ്തവ, എന്നിട്ട് അല്ലാഹു തിരിഞ്ഞു, ഇലസ്സമാഇ, ആകാശത്തിലേക്ക്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു. 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഭൂമിയിലുള്ള ശതകോടിക്കണക്കിന് വരുന്ന സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ച് അവക്കാവശ്യമുള്ള സംവിധാനങ്ങളൊക്കെ 2 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ 4 ദിവസങ്ങളായി. പിന്നെ അടുത്ത 2 ദിവസങ്ങളോ സുമ്മസ്തവ ഇലസ്സമാ, എന്നിട്ട് അല്ലാഹു നേരെ ആകാശത്തിൻ്റെ സമാഇൻ്റെ വിഷയത്തിലേക്ക്, ആകാശത്തിലേക്ക് അല്ലാഹു തിരിഞ്ഞു. ഇൻഷാ അല്ലാഹ് വിശദീകരണം ഈ ആയത്തിൻ്റെ പദാനുപദത്തിലുള്ള അർത്ഥങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. എന്നിട്ട് അല്ലാഹു പറയാ ഇലസ്സമായി, ആകാശത്തേക്ക് നാം തിരിഞ്ഞു, വഹിയ, ആ ആകാശം, ദുഖാനുൻ, ദുഖാൻ തദ്ഖീൻ എന്ന് പറയും. എന്താ തദ്ഖീൻ? മംനൂ തദ്ഖീൻ എന്നൊക്കെ പറയും. നോ സ്മോക്കിംഗ്. തദ്ഖീൻ സ്മോക്കിംഗ്, പുകവലിക്കാണ് തദ്ഖീൻ എന്ന് പറയാം. ദുഖാൻ പുക, അങ്ങനെ ഒരു പുകമറയായിരുന്നു ഈ ആകാശമെന്നും. ഫഖാല ലഹാ വലിൽ അർള്, എന്നിട്ട് ഫഖാല ലഹാ, എന്നിട്ട് ഭൂമിയോടും അതുപോലെ തന്നെ വലിൽ അർള്, ആകാശത്തോടും വലിൽ അർള്, ഭൂമിയോടും അവൻ പറഞ്ഞു തിയാ, നിങ്ങൾ 2 പേരും വരിക, നിങ്ങൾ 2ഉം വരിക. ആകാശത്തോടും പറഞ്ഞു, ഭൂമിയോടും അല്ലാഹ് പറയാ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. തൗഅൻ, അനുസരണപൂർവം, അതുപോലെ തന്നെ ഖർഹൻ, അല്ലെങ്കിൽ നിർബന്ധിതമായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. ഖാലത, അവ 2 പേരും പറഞ്ഞു, ഭൂമിയും ആകാശവും പറഞ്ഞു, അതൈനാ ത്വാഇഈൻ, ഞങ്ങളിതാ അനുസരിക്കുന്നവരായിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്നു. അപ്പം അല്ലാഹ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരണം. തൗഅൻ, എങ്ങനെ വരണം? നിങ്ങൾ എന്നെ അനുസരിക്കുന്ന, എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വരണം. അല്ലെങ്കിലോ ഔ ഖർഹൻ, അല്ലെങ്കിൽ നിർബന്ധിതമായി, നിങ്ങൾക്ക് ഇഷ്ടമില്ല പക്ഷേ ഞാൻ വിളിച്ചതിൻ്റെ കാരണത്താൽ നിർബന്ധിതമായിക്കൊണ്ട്, അതൃപ്തിയായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക. ഈ സമയത്ത് ആകാശവും ഭൂമിയും പറഞ്ഞു അതൈനാ ത്വാഇഈൻ, അല്ലാഹുവേ നിന്നെ കീഴ്പ്പെട്ടവരായി, നിന്നെ അനുസരിക്കുന്നവരായി, നിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടവരായിക്കൊണ്ട് ഞങ്ങളിതാ നിന്റെ അടുക്കലേക്ക് വരികയാണ് എന്ന് ആകാശവും ഭൂമിയും പറയാ. എന്നിട്ട് അല്ലാഹു പറയാ فقضاهن 7 سماوات في يومين وأوحى في كل سماء أمرها. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഖളാഹുന്ന, അങ്ങനെ അവൻ അവയെ പൂർത്തിയാക്കി. 7 സമാവാത്തിൻ, 7 ആകാശങ്ങളെയും
ഫീ യൗമൈൻ, അടുത്ത 2 ദിവസം. അപ്പോൾ 6 ദിവസം പൂർത്തിയാവാൻ ആദ്യത്തെ 2 ദിവസം ഭൂമിയെ സൃഷ്ടിച്ചു. രണ്ടാമത്തെ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള സൃഷ്ടിചരാചരങ്ങളെയും അതുപോലെ തന്നെ അവക്കാവശ്യമുള്ള വസ്തുക്കളെയും സംവിധാനങ്ങളെയും അള്ളാഹു ഒരുക്കി കൊടുത്തു. പിന്നത്തെ 2 ദിവസം, മൂന്നാമത്തെ 2 ദിവസം അഥവാ 5-ാമത്തെയും 6-ാമത്തെയും ദിവസത്തിൽ അള്ളാഹു ഫഖലാഹുന്ന സബ്അ സമാവാത്തിൻ ഫീ യൗമൈൻ, പിന്നെ തൊട്ടടുത്തുള്ള 2 ദിവസങ്ങളിൽ അള്ളാഹു ആകാശത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹാ വഔഹാ, എന്നിട്ട് ഞാൻ ബോധനം നൽകി, അവക്ക് നാം ബോധനം നൽകി, ആ ആകാശത്തിന് നാം ബോധനം നൽകി. ഫീ കുല്ലി സമാഇൻ, എല്ലാ ആകാശത്തിലും. സബ്അ സമാവാത്ത് എന്ന് പറഞ്ഞു, 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ ഓരോ ആകാശത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധനം നൽകി. അംറഹാ, അതിൻ്റെ കാര്യം, ഓരോ ആകാശത്തിലും എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു. ഇൻഷാ അല്ലാഹ് വിശദീകരണം, ഈ 2 ആയത്തിൻ്റെ വിശദീകരണങ്ങൾ ഈ ആയത്തിനു ശേഷം നമുക്ക് സൂചിപ്പിക്കാം. വസയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിമസാബിഹ്, വസയ്യന്ന സീനത്ത്, അലങ്കാരപ്പെടുത്തുക, അലങ്കാരം ഭംഗിയാക്കുക. വസയ്യന്ന, നാം അലങ്കരിച്ചു. അസ്സമാഅ അദ്ദുനിയ, നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ഐഹികമായ ഈ ആകാശത്തെ നാം ഭംഗിയാക്കുകയും ചെയ്തു. ബിമസാബിഹ്, ചില വിളക്കുകൾ കൊണ്ട്. വഹിഫ്ളൻ, അതുപോലെ തന്നെ അതൊരു കാവലാക്കി കൊടുത്തു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, സർവജ്ഞനായ പ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ ഒരു നിർണയമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ 2 വചനങ്ങളുടെ വിശദീകരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 6 ദിവസങ്ങൾ കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു അള്ളാഹ്. അതിൽ ഭൂമിയുടെ സൃഷ്ടിപ്പിന് വേണ്ടി വന്നത് 2 ദിവസമാണ്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള സൃഷ്ടി വൈഭവങ്ങളെ സൃഷ്ടിക്കുന്നതിന്, അതുപോലെ തന്നെ അവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് 2 ദിവസം വേണ്ടി വന്നു. 4 ദിവസം അങ്ങനെ പൂർത്തിയായി. ഇനിയുള്ള 2 ദിവസം എന്ന് പറഞ്ഞാൽ ഫഖലാഹുന്ന സബ്അ സമാവാത്തിൻ, ആ 2 ദിവസങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സൃഷ്ടിച്ചതെന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 10-ാമത്തെ വചനം തുടങ്ങിയപ്പോൾ, 11-ാമത്തെ വചനം തുടങ്ങിയപ്പോൾ അള്ളാഹു പറഞ്ഞു സുമ്മസ്തവ ഇലസ്സമായി, എന്നിട്ട് അവൻ ആകാശത്തേക്ക് അവൻ തിരിഞ്ഞു എന്നാണ്. ഇവിടെ സുമ്മ എന്ന പദത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഭൂമി സൃഷ്ടിച്ചു, എന്നിട്ട് അതിലുള്ള സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചു, എന്നിട്ട് ആകാശത്തെ സൃഷ്ടിക്കുവാൻ അള്ള തിരിഞ്ഞു എന്നുള്ള നിലക്കാണ് ഭാഷാപരമായി നമുക്ക് മനസ്സിലാകുക. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തു നാസിയാത്തിൽ അള്ളാഹു പറയുന്നു വൽ അർള ബഅദ ദാലിക ദഹാഹാ, അതിനുശേഷം ഭൂമിയെ അവൻ പരത്തുകയും ചെയ്തു എന്ന്, അഥവാ ആകാശത്തെ ഉയർത്തി സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഇരുട്ടും വെളിച്ചവും ഒക്കെ ഏർപ്പെടുത്തിയിട്ട് അതിനുശേഷം അള്ളാഹു പറയുന്നു വൽ അർള ബഅദ ദാലിക ദഹാഹാ, അതിനുശേഷം അള്ളാഹു ഭൂമിയെ അവൻ പരത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തു നാസിയാത്തിൽ ആദ്യം ആകാശങ്ങളുടെയും അതിലുള്ള ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ള പറയുന്നു ഭൂമിയെ അവൻ പരത്തിയെന്ന്. എന്നാൽ വിശുദ്ധ ഖുർആൻ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തിൽ ഭൂമിയെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിലുള്ള സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചു, അവക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു, എന്നിട്ട് അവൻ ആകാശത്തേക്ക് തിരിഞ്ഞു എന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണോ? അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുമ്മ എന്നുള്ളത് ഒരു കാലത്തെ, ഒരു സമയത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമായിക്കൊണ്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഒരു വിഷയം പ്രതിപാദിച്ചതിനു ശേഷം അടുത്തൊരു വിഷയം പറയാൻ ഉപയോഗിക്കുന്ന ഒരു പദമായിക്കൊണ്ടാണ് സുമ്മ എന്ന പദത്തെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വൈരുദ്ധ്യം ഉണ്ടെന്ന് പറയാൻ നിൽക്കേണ്ടി വരും. കാരണം എന്താ? സൂറത്തു നാസിയാത്തിൽ ആദ്യം ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, എന്നാൽ ഈ സൂറത്തിൽ ആദ്യം ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിലേതാ ശരി എന്നൊരു തർക്കം അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സുമ്മ എന്ന പദത്തെ പിന്നീട് എന്നത് ആദ്യം ഭൂമിയുടെ സൃഷ്ടിപ്പിൻ്റെ വിഷയം പ്രതിപാദിച്ച ശേഷം ആകാശ സൃഷ്ടിപ്പിൻ്റെ വിഷയം പ്രതിപാദിക്കുന്നു. അതല്ലാതെ ഭൂമിയെ സൃഷ്ടിച്ചിട്ടാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്നൊരിക്കലും ഈ ഒരു വാചകം കൊണ്ട് നമ്മൾ അർത്ഥം കാണാൻ പാടില്ല. ഇനി നോക്ക് നിങ്ങൾ, ആകാശത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെ അള്ളാഹു ആകാശത്തേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആകാശത്തെക്കുറിച്ച് പറയുന്നത്, ആ ആകാശം എന്തായിരുന്നു? ആകാശം വഹിയ ദുഖാനുൻ, അത് പൊടിപടലം, അത് ഒരു പുകയായിരുന്നു, ഒരു തരം
പുകയായിരുന്നു എന്ന് നമുക്ക് അള്ളാഹു പറഞ്ഞു തരാൻ. ഇനി ഇതിൻ്റെ താല്പര്യം എന്താണ് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. നമുക്ക് കാണാം, ശാസ്ത്രത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് ഉപരിഗോളങ്ങളെല്ലാം ഒരു കാലത്ത് ഒരു പ്രത്യേകമായ മേഘപടലം, സഹാബ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു ധൂമപടലം, ഒരു ദുഹാൻ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ കേവലം ഒരു ആവിയായിരുന്ന ഒരു വാതകം പോലെയുള്ളൊരു വസ്തുക്കൾ മാത്രമായിരുന്നുവെന്നും പിന്നീട് ദീർഘമായ കാലഘട്ടങ്ങൾക്കു ശേഷമാണ് ഇന്ന് നിലവിലുള്ള ഒരു പദാർത്ഥ ലോകങ്ങളായിക്കൊണ്ട് അതൊക്കെ പരിണമിച്ചത്, അല്ലെങ്കിൽ അതൊക്കെ മാറിയത് എന്ന് ശാസ്ത്രം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയായിരുന്നാലും, അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ചാണ് വഹിയ ദുഹാനുൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അഅലം. ഏതിരുന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഭൂമിയെയും അതുപോലെ തന്നെ ഈ ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഒരു പുകമറയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ യുക്തിവാദിയും എത്ര വലിയ മതനിഷേധിയും എത്ര വലിയ ദൈവനിഷേധിയും സമ്മതിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ശൂന്യമായിരുന്ന ഒരു ഒന്നുമില്ലാതിരുന്നൊരവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിനല്ലാതെ, ഒരു കൃത്യമായ ശക്തിക്കല്ലാതെ ആർക്കാണ് ഇതിന് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വഹിയ ദുഹാൻ, ആകാശം എന്നുള്ളത് ഒരു തരം പുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിക്കൊണ്ട് അത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് നമ്മുടെ മേൽ അത് അജ്ഞതയാണ്, അതല്ലെങ്കിൽ നമുക്കറിവില്ലാത്ത വിഷയമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ അറിവുള്ളത്. എന്നാലും ശാസ്ത്രം പറഞ്ഞതനുസരിച്ച് കേവലം ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിൻ്റെയൊക്കെ തുടക്കം ആവി പോലെ, അതല്ലെങ്കിൽ മേഘപടലം പോലെ, അതല്ലെങ്കിൽ ധൂമപടലം പോലെ, അതല്ലെങ്കിൽ കേവലം ഒരു ആവി മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ശൂന്യതയിൽ നിന്ന് വർഷങ്ങൾക്കു ശേഷമാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പ്രപഞ്ചം മാറിയത് എന്നൊക്കെ പറയുമ്പോൾ ആ ശൂന്യതയിൽ നിന്ന് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ കൊണ്ടുവരാൻ കഴിവുള്ളവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമുഖീകരിച്ചുകൊണ്ട് അനുസരണപൂർവമോ അതല്ലെങ്കിൽ അനുസരിക്കാതെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ വിളിക്കുന്നത് പോലെ കൈകാട്ടി വിളിക്കുന്നൊരു വിളി മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെ അതിനർത്ഥം കാണാൻ പാടില്ല. നേരെ മറിച്ച് അതൊരു ഉപമ അലങ്കാര പ്രയോഗമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് എന്താണ് എന്ന് നമുക്കിതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും. അവയെല്ലാം അള്ളാഹുവിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾക്ക് അനുസൃതമായി കൊണ്ടാണ് അവക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ നിൽക്കാനോ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കെതിരോ പ്രവർത്തിക്കാനോ അവക്ക് സാധ്യമല്ല. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു വിഘ്നം വരുത്തുവാൻ അവക്ക് സാധ്യമല്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, എന്നിട്ട് അള്ളാഹു പറയുന്നു, പുകയായിരുന്ന ദുഹാനായിരുന്ന ആ 7 ആകാശങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുഹാനായിരുന്ന ആ വസ്തുവെ ഫഖലാഹുന്ന സബ്അ സമാവാത്തിൻ, പുകയായിരുന്ന ദുഹാനായിരുന്ന ആ വസ്തുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളാക്കിക്കൊണ്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് മാറ്റിയെടുത്ത്? ഫി യൗമൈനി, 2 ദിവസങ്ങൾ 2 ഘട്ടങ്ങളിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പുകയായിരുന്ന ദുഹാനായിരുന്ന വസ്തുവിനെ 7 ആകാശങ്ങളായിട്ട് അള്ളാഹു മാറ്റിയെടുത്തു. ഇവിടെയും പറയാനുള്ളത് ദിവസം എന്നുള്ളത് ഒരിക്കലും നമ്മൾ കാണുന്ന 24 മണിക്കൂർ എന്ന ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പരിമിതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അല്ലാഹു അഅലം എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ 4 ദിവസങ്ങൾ, ഒന്ന് നമ്മൾ പറഞ്ഞ ഭൂമിയെ സൃഷ്ടിക്കാൻ 2 ദിവസം, അതുപോലെ തന്നെ ഭൂമിയിലുള്ള വസ്തുക്കളെ സൃഷ്ടിക്കാൻ 2 ദിവസം, ഇപ്പോൾ ഇതാ ആകാശങ്ങൾ സൃഷ്ടിക്കുവാനും 2 ദിവസം. എന്നിട്ട് അല്ലാഹു പറയാ, പിന്നെ വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, എല്ലാ ആകാശത്തിനും അതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ബോധന നൽകി എന്നാണ്. അപ്പോൾ ഓരോ ആകാശത്തിനും എന്താണ് ഓരോ ആകാശത്തിനും ബോധന നൽകി? എല്ലാ ആകാശവും ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്തങ്ങളാണ്. എന്ത് വ്യത്യസ്തതയാണ് അതിലുള്ളത്? അതിലുള്ള മലക്കുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള വിഭവങ്ങൾ, അവിടുത്തെ നടപടിക്രമങ്ങൾ, അവിടുത്തെ പ്രകൃതി വിശേഷങ്ങൾ, ഇതൊക്കെ
അതൊക്കെ വ്യത്യസ്തമാണ്. അതൊക്കെ ഓരോ ആകാശത്തിനും കൃത്യമായി കൊണ്ട്, ഒന്നാം ആകാശത്തിന് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാം ആകാശത്തിന് അതിനുള്ളിലുള്ള സംവിധാനങ്ങൾ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ നിവാസികൾ, അവിടുത്തെ വിഭവങ്ങൾ, അവിടുത്തെ നടപടിക്രമങ്ങൾ, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ അതെങ്ങനെയായിരിക്കണം എന്ന് രണ്ടാം ആകാശത്തെ പഠിപ്പിച്ചു. അതേ വിഭവങ്ങളെല്ലാം മൂന്നാം ആകാശത്തിലുള്ളത് വ്യത്യസ്തമാണ്. അതെന്താണെന്ന് മൂന്നാം ആകാശത്തെ പഠിപ്പിച്ചു. അതേ വിഭവങ്ങളല്ല ഒന്നിലും രണ്ടിലും മൂന്നിലുമുള്ള അതേ വിഭവമല്ല നാലിലുള്ളത് എന്താണെന്ന് കൃത്യമായിട്ട് അതിനെ പഠിപ്പിച്ചു. ഇങ്ങനെ 7 ആകാശങ്ങൾക്കും വളരെ കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവക്കൊക്കെ വഹി നൽകി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വസയ്യന്ന സമാഅ ദുനിയാ ബിമസ്വാബിഹ്. നമുക്കറിയാം നമ്മുടെ ഭൂമിയെക്കാളും എത്രയോ 10 മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് ശാസ്ത്ര സത്യം നമുക്കറിയാം. ആ നക്ഷത്രങ്ങളെയൊക്കെ മിന്നിത്തിളങ്ങുന്ന വൈദ്യുതി വിളക്കുകൾ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മേലാപ്പിൽ ആകാശത്തിൽ അല്ലാഹു സംവിധാനിച്ചു. അതെത്ര ഭംഗിയാണ്, എത്ര അലങ്കാരമാണ്. നമ്മൾ ആകാശത്തേക്ക് കണ്ണു തുറന്നു നോക്കിയാൽ രാത്രികളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ ഒരുപക്ഷെ ഒരു നുറുങ്ങുവട്ടം പോലെ കാണുന്ന ഒരു ചെറിയ നക്ഷത്രത്തെ പോലും ഒരുപക്ഷെ ഭൂമിയെക്കാളും വലിയ നക്ഷത്രങ്ങളായിട്ടാണ് അത് ആകാശത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഭംഗിയുള്ള വെളിച്ചമുള്ള വിളക്കിനെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സംവിധാനിച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഹിഫുലൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊരു കാവലാണ്. ഈ ഒരു ആകാശത്തെ നാം ഒരു കാവലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. നമുക്കറിയാലോ, ആകാശം നമുക്ക് ഒരു മേലാപ്പ് പോലെ നമ്മുടെ ഈ ആകാശത്തിൻ്റെ രക്ഷക്കാവശ്യമായ രൂപത്തിൽ നാം അതിനെ ഏർപ്പെടുത്തുകയും ചെയ്തു എന്ന് ഈ ഹിഫുലൻ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം ആ വിഷയത്തിൽ വരുന്നത്, ആ വിളക്കുകളാകുന്ന നക്ഷത്രങ്ങളെ നാം ഒരു കാവലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ആകാശത്തെ നാം ഒരു കാവലാക്കിയെന്നും, രണ്ടാമത്തത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ ഒരു കാവലാക്കിയെന്നുമാണ് എന്ന് അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇതൊക്കെ അല്ലാഹു നിർണയിച്ചതാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, 2 ദിവസം കൊണ്ട് അതിലുള്ള വസ്തുക്കളെ സൃഷ്ടിച്ചു, 2 ദിവസങ്ങൾ കൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചു. പുകമറയായിരുന്ന ആകാശത്തെ 7 ആകാശങ്ങളായി, പുകമറയായിരുന്ന ഒരു വസ്തുവിനെ 7 ആകാശങ്ങളായി 2 ദിവസങ്ങൾ സൃഷ്ടിക്കുകയും ഓരോ ആകാശത്തിനും കൃത്യമായി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സത്യങ്ങളെന്ന് കൃത്യമായി വഹി നൽകുകയും, അതുപോലെ തന്നെ ആകാശത്ത് വിളക്കുകൾ കൊണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ കൊണ്ട് വിളക്കുകളാക്കി ഭൂമിയെ അതല്ലെങ്കിൽ ആകാശത്തെ അലങ്കാരപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയാ, ഫഇൻ അഅറളു ഫഖുൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിം വസമൂദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഉത്ബത്ത് ബിനു റബീഅയുടെ വായടപ്പിച്ച പ്രവാചകനോട് മതി എന്ന് പറഞ്ഞ ആ വചനങ്ങളിലെ അവസാനത്തെ വചനം, ഫഇൻ അഅറളു ഫഖുൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്. അല്ലാഹു പറയാണ്, ഫഇൻ അഅറളു, ഇങ്ങനെയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചു. ആകാശഭൂമികളെ സൃഷ്ടിച്ചു, അതിലുള്ള സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചു, അതിലുള്ള സൃഷ്ടി വൈഭവങ്ങളെ സൃഷ്ടിച്ചു. ആകാശത്ത് ഓരോ ആകാശത്തിനും കൃത്യമായി ഓരോന്നിനും വെവ്വേറെ വഹ്യികൾ, വെവ്വേറെ ബോധനങ്ങൾ നൽകി ഇതെല്ലാം സംവിധാനിച്ചു വെച്ചിട്ട് അല്ലാഹു പറയുന്നു, ഫഇൻ അഅറളു, ഇവരിതിനൊക്കെ ശ്രദ്ധ തിരിച്ചു കളയാൻ, ഈ രൂപത്തിൽ കൃത്യമായി സൃഷ്ടിപ്പിന്റെ വൈഭവത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടും ഇതൊക്കെ നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഖുൽ, റബിയെ നിങ്ങൾ അവരോട് പറയണം, അൻദർതുക്കും സ്വാഇഖതൻ, ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. എന്താണ് താക്കീത്? സ്വാഇഖതൻ, ഒരു ഇടുത്തി, ഒരു ഘോരമായ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകാം. മിസ്ല സ്വാഇഖതി ആദിം വസമൂദ്, ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും അവർക്ക് ലഭിച്ച ഘോര ശിക്ഷയെപ്പോലെ, ഇടുത്തി പോലെയുള്ള ഒരു ഘോര ശിക്ഷയെക്കുറിച്ച് ഇതിനെ നിഷേധിക്കുന്ന അവിശ്വാസികളായ ആളുകളെ നിങ്ങൾക്ക് ഞാൻ താക്കീത് തരാമെന്നാണ്. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഉത്ബത്ത് ബിൻ റബീഅ നബിയോട് പറഞ്ഞത്, മതി, ഇനി നിന്റെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ കേൾക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് പ്രവാചകനെ
പ്രവാചകന്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഖുറൈശികൾ പറഞ്ഞ ഉത്ബത്ത് നബിയുടെ വീട്ടിൽ നിന്നും ഓടിപ്പോകുന്നത് ഈ 13 വചനങ്ങൾ കേട്ടിട്ടാണ്. സഹോദരങ്ങൾ നോക്കൂ, നിങ്ങൾ 9 മുതൽ ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ 12 വരെയുള്ള കഴിഞ്ഞ ആയത്ത് വരെയുള്ള ഈ വചനങ്ങളിൽ ഉള്ളടക്കം നമ്മൾ ഓർത്ത് നോക്ക്. മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടെത്തുന്ന സത്യങ്ങളാണ് ആയത്തുകൾ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്ന സത്യങ്ങളാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ഇതിന്ന് പിന്തിരിഞ്ഞ് കളഞ്ഞ ആളുകൾക്കുണ്ടല്ലോ, ഈ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ടും ഈ ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും കണ്ടെത്താനുമുള്ള അവസരമുണ്ടായിട്ടും ഇതിനെ മറന്നുകളയുന്നവർ, ഇതിനെ വിട്ടേച്ചു പോകുന്നവർ, ഇതിനെ അവഗണിക്കുന്നവർ, അവർക്ക് അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും അള്ളാഹ് ഇറക്കിയ ഇടുത്തി പോലെ ഘോരശിക്ഷയെപ്പോലെ ഒരു ഘോരശിക്ഷ നിങ്ങൾക്ക് നാം താക്കീത് നൽകുമെന്നാണ്. ഈ ആയത്ത് കേട്ടപ്പോൾ ഉത്തുബത്ത് ഇറങ്ങി ഓടിയത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ നമുക്കെന്ത് ന്യായമാണുള്ളത്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, അതിനിടയിലുള്ള വസ്തുക്കളുടെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിചരാചരങ്ങളിൽ അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ കൊണ്ടുവരാൻ, അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ ഇലാഹായി കൊണ്ട സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുവാൻ നമുക്കെന്ത് ന്യായമാണുള്ളത്? ഇതേ വർത്തമാനമാണ് അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ നിങ്ങൾ ഈ സത്യങ്ങൾ മുഴുവൻ കണ്ടിട്ടും ആകാശഭൂമികളെ കണ്ട് അതിൻ്റെ സൃഷ്ടിവൈഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ അൻദർതുകും സ്വാഇഖതൻ മിസ്ല സ്വാഇഖതി ആദിൻ വസമൂദ്, ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും അള്ളാഹ് ഇറക്കിയ ആ ഘോര ശബ്ദം ഉണ്ടല്ലോ, ആ ഘോര ശിക്ഷയുണ്ടല്ലോ, ആ ഘോര ശിക്ഷ നിങ്ങൾക്കും ഉണ്ടാകും കേട്ടോ എന്ന താക്കീതാണ് ആ വിഷയത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിഷേധികളായ ആളുകളോടും നമുക്ക് പറയാം. ഇനി നോക്കൂ നിങ്ങൾ, ഇനി 14 മുതലുള്ള വചനങ്ങളിൽ ആദ് ഗോത്രത്തിൻ്റെയും അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തിൻ്റെയും ഒക്കെ അവർക്ക് സംഭവിച്ചത് എന്താണ് എന്നും അവരെന്തുകൊണ്ട് അവർ നശിക്കപ്പെട്ടു എന്നൊക്കെ വിശദീകരിക്കുന്ന ആയത്തുകളാണ്. നമുക്ക് പെട്ടെന്ന് ആ ആയത്തുകളിലൂടെ ഒന്ന് കടന്നു ചെല്ലാം. ഇത് ജാഅത്തുഹും റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയാൻ, ഇത് ജാഅത്തുഹും അവർക്ക് വന്നപ്പോൾ, അർറുസുലു അള്ളാഹുവിൻ്റെ ദൂതന്മാർ, ദൈവദൂതന്മാർ അവരിലേക്ക് വന്നപ്പോൾ, മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അവരുടെ മുമ്പിൽ കൂടെയും അവരുടെ പിന്നിൽ കൂടെയും അവരിലേക്ക് പ്രവാചകന്മാർ, റുസുലുമാർ അവരിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ, അഥവാ അവരിലേക്ക് റസൂൽ വരികയും അവരെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അലാ തഅബുദു നിങ്ങൾ ആരാധിക്കരുത്, ഇല്ലല്ലാ അള്ളാഹുവിനെയല്ലാതെ, നിങ്ങൾ അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുത് എന്ന് അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു പറയാണ് മുമ്പിൽ കൂടെയും പിന്നിൽ കൂടെയും അവർക്ക് പ്രവാചകന്മാർ വന്നു. ഇത് ജാഅത്തുഹും റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അവരുടെ പിൻഭാഗത്തിലൂടെയും അവരുടെ മുൻഭാഗത്തിലൂടെയും പ്രവാചകന്മാർ വന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തുടരെ തുടരെ പ്രവാചകന്മാർ അവരിലേക്ക് വരികയും ഉപദേശവും തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പ്രവാചകന്മാർ നിരന്തരമായി അവരിലേക്ക് നിയോഗിക്കപ്പെടുകയും ആ പ്രവാചകന്മാരെല്ലാം അല്ലാ തഅബുദു ഇല്ലല്ലാ അല്ലാഹു അല്ലാതെ മറ്റൊരാളെയും ആരാധ്യനായിക്കൊണ്ട് നിങ്ങൾ കാണരുതേ എന്ന് അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ഖാലൂ അവർ പറഞ്ഞു, ആദ് ഗോത്രവും സമൂദ് ഗോത്രവും പറഞ്ഞു, ലൗ ശാഅ റബ്ബുന ലഅൻസല മലായികതൻ ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ഇവർ പറഞ്ഞ വർത്തമാനം എന്താ? ലൗ ശാഅ റബ്ബുന, നമ്മുടെ റബ്ബ്, നമ്മുടെ രക്ഷിതാവ്, ഞങ്ങളുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലഅൻസല മലായികതൻ ഒരു മലക്കുകളെ അവൻ ഞങ്ങളിലേക്ക് ഇറക്കുമായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യ പ്രവാചകന്മാരല്ല പറഞ്ഞേക്ക, നേരെ മറിച്ച് അൻസല മലായികതൻ മലക്കുകളെ പറഞ്ഞേക്കുമായിരുന്നു. ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. അതുകൊണ്ട് നിങ്ങൾ ഏതൊന്നുമായിക്കൊണ്ടാണോ, ഏതൊരു ദൗത്യവുമായിക്കൊണ്ടാണോ ഈ മനുഷ്യ പ്രവാചകന്മാർ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ടത്, അതിൽ ഞങ്ങൾ അവിശ്വാസികളാണ്. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂല. എന്തേ കാരണം? ഞങ്ങളുടെ ദൈവം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മലക്കുകളായ ദൈവദൂതന്മാരെ അവർ പറഞ്ഞേക്കുമായിരുന്നു.
നിങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളും നിങ്ങളൊക്കെ പോലെയുള്ള മനുഷ്യ ദൈവദൂതന്മാരെ അല്ല പറഞ്ഞേക്കുക, നേരെ മറിച്ച് മലക്കുകളിൽപ്പെട്ട ദൈവദൂതന്മാരെ അവർ പറഞ്ഞേക്കുമോ. അതുകൊണ്ട് തന്നെ ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ കൊണ്ടുവന്നതിനെ ഞങ്ങൾ നിഷേധിച്ച് കളയാണ്, ഞങ്ങൾ അതിനവിശ്വസിക്കുന്നു എന്നവർ തുറന്നു പറയാൻ, നിഷേധത്തിൻ്റെ വാക്കുകൾ തുറന്നു പറയാൻ. ഇനി എന്താ സംഭവിച്ചത് നോക്കൂ നിങ്ങൾ. ഫഅമ്മാ ആദുൻ ഫസ്തക്ബറൂ ഫിൽ അർളി ബിഗൈരിൽ ഹഖ് വഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ. ഒരു ആദ് ഗോത്രത്തെക്കുറിച്ച് അള്ളാഹു പറയാ, ഫഅമ്മാ ആദുൻ, എന്നാൽ ആദ് ഗോത്രം ഫസ്തക്ബറൂ, അവർ അഹങ്കരിച്ചു, ഫിൽ അർള്, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ, ഒരു ന്യായമല്ലാത്ത വിധം. മനുഷ്യന്മാരുണ്ടല്ലോ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നശിപ്പിച്ച് കളയുന്ന ഒരു ദുസ്വഭാവം. ആ ദുസ്വഭാവം ആദ് ഗോത്രത്തിനുണ്ടായി. ഫസ്തക്ബറു, അവർ അഹങ്കരിച്ചു, ഫിൽ അർള്, ഭൂമിയിൽ, ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ല അവർക്ക് അഹങ്കരിക്കാൻ. അങ്ങനെ ആയിരുന്നിട്ടും കൂടിയും ന്യായമല്ലാത്ത വിധത്തിലും അവർ അഹങ്കരിച്ചു. എന്താ അവർ പറഞ്ഞത്? വഖാലു, അഹങ്കാരത്തിന്റെ വാക്കുകൾ അവർ പറയാൻ, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാളും ശക്തമായവൻ ആരുണ്ട്? ഞങ്ങളെക്കാളും ശക്തിയുള്ള, ഞങ്ങളെക്കാളും ഊക്കേറിയവൻ ആരാണ് എന്ന് അവർ ചോദിച്ചു, അഹങ്കാരം കൊണ്ടു എന്നാണ്. എന്നാൽ അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. അല്ലാഹു പറയാ, അവലം യറൗ, അവർ കാണുന്നില്ലേ അന്നല്ലാഹല്ലദീ ഖലഖഹും, അവരെ സൃഷ്ടിച്ചവനായ അല്ലാഹു, ആ അല്ലാഹുവിനെ അവർ കാണുന്നില്ലേ? ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെക്കാളും ശക്തിയേറിയ, അവരെക്കാളും ഊക്കേറിയവനായ ആ റബ്ബിനെ അവർ കാണുന്നില്ലേ എന്നാണ്. അള്ളാഹുവിനെ മറന്നിട്ടുള്ള വർത്തമാനം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് അത് നിഷേധിച്ചു കൊണ്ടുള്ള വർത്തമാനം. അല്ലാഹു പറയാ, വഖാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അവർ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഖാനൂ ബിആയാതിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്തു, നമ്മുടെ ആയത്തുകൾ അവർ കളവാക്കി എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇവർ അഹങ്കാരം കൊണ്ടു എന്നാണ്. എന്താണ് അവരുടെ അഹങ്കാരം? ഞങ്ങളെക്കാളും വലിയ ശക്തിയുള്ളവൻ ലോകത്താരാളുള്ളതെന്നാണ്. അള്ളാഹു പറയാ, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബിനെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെക്കാളും ശക്തിയേറിയവൻ, ഊക്കേറിയവൻ അവനല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തേ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിച്ചു? എന്നിട്ടും എന്തേ നിങ്ങൾ പടച്ച റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു? നിങ്ങൾ കണ്ടതല്ലേ ഈ പ്രപഞ്ചത്തിലേക്ക് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സ്ഥിരപ്പെടുത്തുവാൻ, അത് പറയുവാൻ, അതിനെ സത്യപ്പെടുത്തുവാൻ പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ ആ പ്രവാചകന്മാരെ നിഷേധിച്ച് അവർ കൊണ്ടുവന്നതിനെ പോലും ഞങ്ങൾ തള്ളിക്കളയുന്നു എന്ന് പരസ്യമായിക്കൊണ്ട് നിഷേധത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞവർ. എന്നിട്ട് അവരിലേക്ക് ഇറങ്ങിയ ശിക്ഷ എന്താ? ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ അയ്യാമിൻ നഹിസാത്തിൻ ലനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ വലഅദാബുൽ ആഖിറതി അഖ്സാ വഹും ലാ യുൻസറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ, ഫഅർസൽനാ അലൈഹിം റീഹൻ, എന്നാൽ ആ ആദ് ഗോത്രത്തിലേക്ക് നാം ഇതാ അവരിലേക്ക് അയച്ചു റീഹൻ, ഒരു കാറ്റ്, സർസറൻ, ശരശരേ എന്നുള്ള ഉഗ്രമായ ശക്തമായ കാറ്റ് അവരിലേക്ക് നാം അയച്ചു. ഫി അയ്യാമിൻ നഹിസാത്തിൻ, ചില ദിവസങ്ങളിൽ. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? നഹിസാത്തിൻ, അവർക്ക് ദുശ്ശകുനമായിക്കൊണ്ട് അശുഭകരങ്ങളായ ചില ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് ശക്തമേറിയ ശരശരേ എന്നുള്ള കാറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ലിനുദീഖഹും, അല്ലാഹു പറയുന്നു, ലിനുദീഖഹും, അവർക്ക് നാം ആസ്വദിപ്പിക്കാൻ വേണ്ടി. എന്തിനാണ് ആ കാറ്റയച്ചത്? അവർക്ക് ആസ്വദിപ്പിക്കാൻ. എന്താണ് അവർ ആസ്വദിപ്പിക്കുന്നത്? അദാബൽ ഖിസ്യി, അപമാനത്തിന്റെ, നിന്ദതയുടെ ശിക്ഷ അവരെ അനുഭവിപ്പിക്കാൻ, അവരെ ആസ്വദിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അങ്ങനെ ഒരു കാറ്റിനെ അയച്ചു. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ ഞങ്ങളെക്കാളും വലിയ ശക്തിയേറിയവൻ, ഞങ്ങളെക്കാളും വലിയ ഊക്കേറിയവർ ആരാണുള്ളത് എന്ന് അഹങ്കരിച്ചവരുടെ മുമ്പിൽ
ആ അഹങ്കരിച്ച ആളുകൾക്ക് നിന്ദ്യതയുടെ, അപമാനത്തിൻ്റെ, അങ്ങേയറ്റത്തെ അപമാനത്തിൻ്റെ, ശിക്ഷയുടെ കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അയച്ചു കൊടുക്കാൻ. പരലോകത്തല്ല, ഫിൽ ഹയാത്തി ദുനിയ. അവരഹങ്കരിച്ച് നടന്ന ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ ഞങ്ങളൊന്നും ഒന്നുമല്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ശക്തമായ കാറ്റ് അവർ കടിച്ചു വീശുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറയാ, വല അദാബുൽ ആഖിറതി അഖ്സാ. എന്നാൽ പരലോക ശിക്ഷയുണ്ടല്ലോ, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടില്ല. ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നു, ഇവിടെ നിന്ന് നിന്ദ്യതയുള്ള ശിക്ഷ കിട്ടി, ഇനി പരലോകത്ത് രക്ഷപ്പെടുമോ? ഇല്ല, അവിടെയും അവർക്ക് ശിക്ഷയാണ്. ആ ശിക്ഷയുടെ പ്രത്യേകത എന്താ? അഖ്സാ, അതാണ് ഏറ്റവും അപമാനം. വഹും ലാ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല താനും. അവർക്ക് ആരും സഹായികളില്ല. അഹങ്കാരം നടിച്ച് പ്രവാചകന്മാരെ പറഞ്ഞയച്ചപ്പോൾ ആ പ്രവാചകന്മാരെ നിഷേധിച്ച് മലക്കുകൾ വരട്ടെ എന്ന് പറഞ്ഞ ആളുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞവർ, അഹങ്കാരികളായവർ, ഞങ്ങളെക്കാളും വലിയ ഊക്കേറിയവർ, ഞങ്ങളെക്കാളും വലിയ ശക്തിയുള്ളവർ ലോകത്താരാണെന്ന് ചോദിച്ചവർ, അവരുടെ അവസ്ഥയാൽ അവർക്ക് ദുനിയാവിൽ നിന്ദ്യതയുള്ള ശിക്ഷയുണ്ട്. അപമാനിതനായി അവർക്കിടയിലേക്ക് ശക്തമായ കാറ്റുകൾ അള്ളാഹു ശക്തമായ കാറ്റുകൾ പറഞ്ഞേക്കാൻ. ഇനി പരലോകത്ത് രക്ഷപ്പെടില്ല. വല അദാബുൽ ആഖിറതി അഖ്സാ, പരലോകത്തും അവർക്ക് അങ്ങേയറ്റത്തെ അപമാനിതനായ, അങ്ങേയറ്റത്തെ അപമാനം പേറേണ്ടി വരുന്ന ശിക്ഷ പരലോകത്തും അവർക്കുണ്ട്. വഹും ലാ യുൻസറൂൻ, അവരെ ഒരാളും തന്നെ സഹായിക്കൂല, ഒരു സഹായിയെയും അവർക്ക് ലഭിക്കൂല. നമുക്കറിയാലോ ആദ് ഗോത്രത്തിന് ലഭിച്ച ശിക്ഷ എന്താ? 7 രാത്രികളിലും 8 പകലുകളിലും തുടർച്ചയായിക്കൊണ്ട് വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ട് വലിയ ശക്തന്മാരാണ് ഞങ്ങൾ എന്ന് സ്വയം അഹങ്കരിച്ചവർ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർ ഈന്തപ്പന പോലെ, കടപുഴകി വീണ ഈന്തപ്പന പോലെ അവരായിത്തീർന്നു. കടപുഴകി വീണ ഈന്തപ്പന തടികൾ പോലെ അവർ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റടിച്ചു വീശിയ ദിവസങ്ങൾ 7 രാത്രികളും 8 പകലുകളും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും നല്ല ദിവസങ്ങളായിരുന്നില്ല. അത് ഓർക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവല്ല അവർ. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾ അവർ യൗമിൻ നഹ്സാത്ത്, അയ്യാമിൻ നഹ്സാത്ത്, ദുശകുനങ്ങളുടെ ദിവസങ്ങൾ എന്ന് അവർ ആ ദിവസത്തെ വിശേഷിപ്പിച്ചത്. സഹോദരങ്ങൾ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ പലപ്പോഴും ഇസ്ലാമിക വിഷയങ്ങളിലൊക്കെ നമ്മൾ സമീപിക്കാറുമ്പോൾ നമുക്കൊക്കെ ചില സങ്കടകരമായ ചില വർത്തമാനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്ക് ചില സമയങ്ങൾക്കൊക്കെ നഹ്സ് പ്രഖ്യാപിക്കും. എന്താ നഹ്സ്? ദുശകുനം. ആ സമയങ്ങളിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആ സമയങ്ങളിൽ യാത്രകളോ വിവാഹങ്ങളോ പോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊന്നും, മംഗളകർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ അതിനൊക്കെ നഹ്സ് കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സമ്പ്രദായം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു നഹ്സിന്റെ ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞില്ല, ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. ഇന്നി അനദ്ദഹർ, ഞാനാണ് കാലമെന്നാണ് അള്ളാഹു പറയാ. ഞാനാണ് കാലം. ചില ആളുകൾക്ക് ചില ദിവസങ്ങളിലൊക്കെ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷകളുണ്ടാകും. എന്നാൽ അതേ ദിവസങ്ങൾ മറ്റു ചിലർക്ക് സന്തോഷകരമായ ശുഭകരമായ വാർത്തകൾ കേൾക്കും. അപ്പോൾ ഇതെങ്ങനെ നഹ്സ്? അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. അങ്ങനെ ഒരാൾ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, ഹദീസ് പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് ഹദീസിൽ കാണാം, ഇന്നി അനദ്ദഹർ, ഞാനാണ് കാലം. നിങ്ങൾ എന്ത് ചെയ്യരുത്? കാലത്തെ കുറ്റം പറയാൻ പാടില്ല, കാലത്തെ പഴിചേരരുത്. കാരണം ഞാനാണ് കാലം. അല്ലാഹു പറയാ, ഞാനാണ് കാലം. അതുകൊണ്ട് നഹ്സ് എന്ന വിഷയം ഇസ്ലാമിലില്ല. അത് ആദ് ഗോത്രക്കാർ അവർ കടിച്ചു വീശിയ 7 രാത്രിയും 8 പകലുകളിലും അവർ കടിച്ചു വീശിയ ആ ദിവസങ്ങളെ ഒരിക്കൽ പോലും ഈന്തപ്പന കടപുഴകി വീണ മരത്തടികളെപ്പോലെ മനുഷ്യന്മാർ വീണുകിടക്കുന്ന ആ വാർത്തകൾ കണ്ട്, ആ കാഴ്ചകൾ കണ്ടിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ 7 രാത്രിയും 8 പകലും അവർക്ക് നഹ്സായിരുന്നു. അത് അവർ വിചാരിച്ചതാണ്. അതൊരിക്കലും ഇസ്ലാമിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെ നഹ്സ് തീരുമാനിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാനും പാടില്ല. ഇനി ആരെങ്കിലും ഒരാൾ നഹ്സിൻ്റെ ദിവസമാണ്, ഇപ്പം നഹ്സിൻ്റെ സമയമാണ്, ഇത് നഹ്സിൻ്റെ മാസമാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ അവരെ തട്ടിക്കളയുക. അവർ പറഞ്ഞതനുസരിക്കേണ്ട, അവർ ഉൾക്കൊള്ളേണ്ടതില്ല. കാരണം അങ്ങനെ സമ്പ്രദായം ഇസ്ലാം സ്വീകരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ
തൂങ്ങിക്കിടക്കുന്ന കലണ്ടറുകളൊക്കെ നമ്മൾ പരിശോധിക്കണം. ആ കലണ്ടറിലൊക്കെ ചില ആളുകളുടെ, ചില പൗരോഹിത്യത്തിൻ്റെ ആളുകളൊക്കെ നെക്സ്റ്റ് തീരുമാനിച്ച മാസങ്ങളും ദിവസങ്ങളൊക്കെ കാണാം. അതൊക്കെ ശുദ്ധ തട്ടിപ്പാൻ. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ആത്മീയതയൊക്കെ ചൂഷണം ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മൾ തീരെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അത്തരം വിശ്വാസങ്ങൾ അത് ശിർക്കാണ് എന്നും ശിർക്കിലേക്ക് എത്തിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുക. സാന്ദർഭികമായിട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 17-ാമത്തെ വചനത്തിലൂടെ പറയുന്നു, ഇനി സമൂദ് ഗോത്രത്തിൻ്റെ ഈ 2 ആയത്തുകൾ കൂടെ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. വ അമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദാ ഫഅഖദ്നാഹും സ്വഇഖത്തുൽ അദാബിൽ ഹൂനി ബിമാ കാനൂ യക്സിബൂൻ വനജ്ജൈനൽ ലദീന ആമനു വഖാനു യത്തഖൂൻ. 2 വചനങ്ങൾ കൂടെ. എന്നാൽ അമ്മാ സമൂദു, എന്നാൽ സമൂദ് ഗോത്രം, ആദ് ഗോത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ആദ് ഗോത്രത്തിന് 7 രാത്രിയും 8 പകലും ശക്തമായ കാറ്റടിച്ച് ഈന്തപ്പന മരത്തടികൾ വീണ് കിടക്കുന്നത് പോലെ അവർ വീണ് കിടന്നു എന്നാണ്. എന്നാൽ സമൂദ് ഗോത്രമോ, ആ സമൂദ് ഗോത്രം അമ്മാ സമൂദു, എന്നാൽ സമൂദ് ഗോത്രം ഫഹദൈനാഹും, അവർക്ക് നാം സന്മാർഗത്തെ കാട്ടിക്കൊടുത്തു. അപ്പോഴോ ഫസ്തഹബ്ബു, അപ്പോൾ അവർ സ്നേഹം കാണിച്ചു. അൽ അമാ, അമാ എന്ന് പറഞ്ഞാൽ അഅ്മ എന്ന് നമ്മൾ പഠിച്ചിട്ട് അബസ വതവല്ല അൻജാഅഹുൽ അഅ്മ, അഅ്മ കണ്ണ് കാണാത്തവൻ, അന്ധത. അവരപ്പോൾ അവർ സ്നേഹം കാണിച്ചു. എങ്ങനെ സ്നേഹം കാണിച്ചു? അൽ അമാ, അഥവാ ദുർമാർഗത്തോടെ, അഥവാ അന്ധതയോടുകൂടെ അവരതിനെ, ആ സന്മാർഗത്തെ അന്ധതയോടുകൂടെ അവർ സ്നേഹം കാണിച്ചു കളഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാ അലൽ ഹുദാ, സന്മാർഗത്തിനെതിരെ, സന്മാർഗത്തേക്കാൾ. അപ്പോൾ ഇവർക്ക് സന്മാർഗം കാണിച്ചു കൊടുത്തപ്പോൾ ഇവർ വലിയ സ്നേഹം കാണിച്ച് ആ സന്മാർഗത്തിനെതിരെ ഇവർ അന്ധത സ്വീകരിച്ചു, അഥവാ ദുർമാർഗം ഇവർ സ്വീകരിച്ചു. ഈ സമയത്ത് ഫഅഖദതുഹും, അവരെ നാം പിടിച്ചു വെച്ചു, അല്ലെങ്കിൽ അവരെ നാം പിടികൂടി. സ്വാഇഖത്തുൽ അദാബ്, ശിക്ഷയാകുന്ന ഒരു വലിയ ഇടുത്തി അവരെ നാം പിടിച്ചു. ആ ഇടുത്തിയിലൂടെ അവരെ നാം പിടിച്ചു. അൽ ഹൂൻ, നിന്ദ്യമായ. അപ്പം നിന്ദ്യമായ ശിക്ഷ ഇവർക്കുണ്ടായി. ബിമാ ഖാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചുണ്ടാക്കിയതിനെ തൊട്ട്. അപ്പോൾ ആദ് ഗോത്രവും സമൂദ് ഗോത്രമൊക്കെ അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ മുമ്പിലുണ്ടായിട്ടും അതിനൊക്കെ അവരിങ്ങനെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. ഈ സമയത്ത് അള്ളാഹു ആ 2 വിഭാഗങ്ങളെയും അള്ളാഹു ശിക്ഷിച്ചു. അപമാനത്തിൻ്റെ, നിന്ദ്യതയുടെ കാഠിന്യമേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായത്. എന്നിട്ട് അള്ളാഹു പറയാ, വനജ്ജൈനൽ ലദീന ആമനു വഖാനു യത്തഖൂൻ, വനജ്ജൈനൽ ലദീന ആമനു, വിശ്വാസിച്ച ആളുകളെ, വഖാനു യത്തഖൂൻ, സൂക്ഷ്മതയോടുകൂടെ തഖ്വയോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്ത ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുകയും ചെയ്തു എന്ന് അല്ലാഹു പറയാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ ആദ് ഗോത്രത്തിൻ്റെയും സമൂദ് ഗോത്രത്തിൻ്റെയും ഒക്കെ കഥകളും ചരിത്രങ്ങളും നമ്മൾ കേട്ടതാണ്. എന്തേ അവർക്ക് പിഴച്ചുപോയത്? എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? അവർ അല്ലാഹുവിൽ വിശ്വസിച്ചില്ല, സത്യമാർഗത്തെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ അഹങ്കാരത്തോടു കൂടെ അവർ നിലകൊള്ളുകയും ചെയ്തു. അല്ലാഹു അവരെ നിന്ദിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ശിക്ഷ കൊടുത്ത് അവരെ നശിപ്പിച്ചു കളഞ്ഞത്. ഇനി പരലോകത്ത് രക്ഷയുണ്ടോ? അവിടെയും നിന്ദ്യതയാണ് അവർക്കുള്ള ശിക്ഷ. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നമ്മൾക്ക് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത് എന്ത് തന്നെയായാലും അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അവിടെ നമ്മൾ അതിനെ നിഷേധിച്ചിട്ടും, അതല്ലെങ്കിൽ പ്രസ്ഥാനം നോക്കി, അല്ലെങ്കിൽ സംഘടന നോക്കി, അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളെ നോക്കി, അതല്ലെങ്കിൽ നേതാക്കന്മാരെ നോക്കിയിട്ട് ഖുർആനും ഹദീസും പറയുന്നതിനപ്പുറത്തേക്ക് നിലകൊള്ളുവാനോ അഹങ്കാരികളാകാനോ നിന്നാൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആദ് ഗോത്രത്തിനും സമൂദ് ഗോത്രത്തിനും അനുഭവിക്കേണ്ടി വന്ന പ്രയാസം, അപമാനത്തിൻ്റെ, നിന്ദ്യതയുടെ ശിക്ഷ നമുക്കും ഏൽക്കേണ്ടി വരും. പരലോകത്തും ആ നിലക്ക് നിന്ദിക്കപ്പെട്ടവരായിട്ട് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന 19 മുതലുള്ള വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ പരലോകത്തെക്കുറിച്ചുള്ള
ചിന്ത ഇല്ലാത്തവർക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവർക്കും ആസ്വദിക്കേണ്ടി വരുന്ന പരലോകത്തെ ചില വർത്തമാനങ്ങളാണ് 19 മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് കൃത്യമായിട്ട് പഠിക്കാം. ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ അവസാനം സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും ബാക്കിയുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനുമുള്ള ഒരവസരമായി വിശുദ്ധ ഖുർആന്റെ പഠനത്തെ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.